നിങ്ങൾ ഈ കണ്ട ദൃശ്യങ്ങൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേതാണ്. ഈ ആശുപത്രിയിലും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണുള്ളത്. സ്റ്റെഫിൻ തുടർന്ന് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഈ നെയ്യാറ്റിൻകര ആശുപത്രിയിലെയും അവസ്ഥ ഇതിന് സമാനം തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം കെട്ടിടം കുതിർന്ന് നശിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും മോദി, കോട്ടയത്തുണ്ടായ അപകടം അവസാനത്തേതാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് നെയ്യാറ്റിൻകരയിലെ ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോഴും നെയ്യാറ്റിൻകരയിലെ ഒരു സ്ഥിതി. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങ് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ്, സർക്കാർ കേന്ദ്രമാണ്. ആ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ കഴിയാത്ത, അല്ലെങ്കിൽ അവിടെ ഡോക്ടർമാർക്ക് കഴിയാത്ത കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് മെഡിക്കൽ കോളേജിലേക്കൊക്കെ റെഫർ ചെയ്ത് വിടുന്നത്. അങ്ങനെ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയുടെ അവസ്ഥയാണ് കണ്ടത്. നമ്പർ 1 ആണ് കേരളം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്ന ആളുകൾ ഇതെല്ലാം തന്നെ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം പല കെട്ടിടങ്ങളും അപകടാവസ്ഥയിൽ തന്നെ തുടരുന്നുണ്ട്. കാരണം പല കോൺക്രീറ്റുകളും പൊട്ടിക്കീറിയ അവസ്ഥയിലാണ്, ഭിത്തികൾ ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥയിൽ. അതോടൊപ്പം തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ്. ബലക്ഷയം കാരണം അതെല്ലാം തന്നെ പൊളിച്ചു നീക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. പക്ഷേ അതിനൊന്നും തന്നെ ഇപ്പോഴും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ടത്, അവിടെ ഒരു അപകടകരമായ കെട്ടിടമുണ്ട്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരിക്കും. ആ കെട്ടിടത്തിൽ പ്രവേശിക്കരുത് എന്നൊരു ബോർഡ് എഴുതി വെച്ചിരുന്നത് സാധാരണ ഒരു പേപ്പറിലാണ്, ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് കാണാൻ കഴിയില്ല, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് നശിച്ചു പോയിട്ടുമുണ്ട്. അത്തരത്തിലാണ് അവിടുത്തെ സംവിധാനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെങ്കിൽ ആദ്യം ആശുപത്രിയെ സംരക്ഷിക്കേണ്ടതുണ്ട്.